നടൻ ദിലീപ് ആദരാഞ്ജലി അർപ്പിക്കുകയാണ്. അവസാനമായി നടൻ ശ്രീനിവാസിൻ്റെ മൃതദേഹം കാണുന്നതിനായി, അവസാനമായി ശ്രീനിവാസിനെ ഒരു നോക്ക് കാണുന്നതിനായി എറണാകുളം ടൗൺ ഹാളിലെത്തിയ നടൻ ദിലീപ് ആദരാഞ്ജലി അർപ്പിക്കുന്നു. അതിനുശേഷം സത്യനന്ദിക്കാട് ഉൾപ്പെടെയുള്ളവരുമായി സംസാരിച്ച് അദ്ദേഹം അവിടെ തന്നെ തുടരുകയാണ്. ഇപ്പോൾ ഹാഷ്മി താജ് ഇബ്രാഹിം തുടരുന്നുണ്ട്. ഹാഷ്മി, പറയൂ. നടൻ ദിലീപ് അടക്കമുള്ളവർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അല്പസമയത്തിനകം മോഹൻലാൽ കൂടി എത്തും എന്നും പറയുന്നുണ്ട്. മമ്മൂട്ടി നേരത്തെ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി ആദരം അർപ്പിച്ചിരുന്നു. 4 മണി വരെ, 3 മണി വരെ, 1 മണി മുതൽ 3 മണി വരെ എന്നാണ് പൊതുദർശനത്തിന്റെ സമയം ഇവിടെ പറഞ്ഞത്. കൃത്യം 1 മണിക്ക് തന്നെ പൊതുദർശനം തുടങ്ങാനും കഴിഞ്ഞു. വലിയ ബ്ലോക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും അവിടെ നിന്ന് വീട്ടിൽ നിന്ന് കൃത്യസമയത്ത് ഇങ്ങോട്ടേ കൊണ്ടുവരും. കൃത്യം 1 മണിക്ക് തന്നെ പൊതുദർശനം തുടങ്ങാനും കഴിഞ്ഞു. പക്ഷേ 3 മണി എന്നുള്ള സമയം ഇങ്ങനെ സാധാരണക്കാരായ ധാരാളം ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തുന്ന പശ്ചാത്തലത്തിൽ 3 മണി എന്ന് പറയുന്ന സമയം ഒരുപക്ഷെ അത് 4 മണി വരെ നീളാൻ ഇടയുണ്ട്. നമ്മൾ അവിടെ വീട്ടിൽ നിന്നപ്പോൾ പക്ഷേ ഇന്ന് വൈകിട്ട് തന്നെ സംസ്കാരം എന്നൊരു ആലോചന ഇടയ്ക്ക് ഉണ്ടായിരുന്നതാണ്. പിന്നീട് നാളെ രാവിലെ 10 മണി എന്നതിലേക്ക് മാറ്റി. കൂടുതൽ ആളുകൾ അവസാനം ഒരു നോക്കാണ് ഷിബു ചക്രവർത്തി എത്തുന്നു അന്തിമോപചാരം അർപ്പിക്കാൻ. അങ്ങനെ മലയാള സിനിമയുടെ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ടവർ, ഗാനരചയിതാക്കൾ, സംവിധായകർ, നിർമ്മാതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് ശ്രീനിവാസനെ ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ വേണ്ടി ദൃശ്യങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ പറഞ്ഞ പോലെ കേവലം സിനിമക്കാരൻ മാത്രമല്ല ശ്രീനിവാസൻ. അതത് കാലത്തെ രാഷ്ട്രീയ വിഷയങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള ഭയങ്ങളില്ലാതെ, ഉറപ്പായും അത് വിമർശിക്കപ്പെടുന്നതും പുതിയ കാലത്തെ രാഷ്ട്രീയ ശരികളിൽ അത് ശരിയാണോ എന്ന് നമുക്ക് പോലും തോന്നിപ്പോകുന്ന ചില നിലപാടുകളൊക്കെ ഉണ്ട് എന്ന് പറയുമ്പോൾ പോലും അതത് കാലത്തെ രാഷ്ട്രീയ നിലപാടുകളിൽ, സാമൂഹിക നിലപാടുകളിൽ വളരെ കണിശമായ നിലപാട്, യാതൊന്നിനെയും പേടിക്കാതെ ഏതെങ്കിലും തരത്തിലുള്ള നഷ്ടങ്ങൾ ഭയക്കാതെ പറഞ്ഞ ഒരു നിലപാടുള്ള സിനിമക്കാർ കൂടിയാണ് ശ്രീനിവാസൻ എന്ന് പറയാതെ തരവില്ല. ഏറ്റവും ഒടുവിൽ അങ്ങനെ അദ്ദേഹത്തിൻ്റെ പറഞ്ഞ പല രാഷ്ട്രീയവാദങ്ങൾ നമുക്ക് ഇപ്പോൾ തന്നെ എണ്ണിയെടുത്ത് ഓർത്തെടുക്കാനുണ്ടാകും. അങ്ങനെ രാഷ്ട്രീയവാദങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഈ നേതാക്കളുമായൊക്കെ വലിയ സൗഹൃദം ഇപ്പോൾ ഇങ്ങോട്ടേക്ക് ഒട്ടുമിക്ക എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാക്കളൊക്കെ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടി അദ്ദേഹം വെറുതെ വിട്ടിട്ടില്ല. എല്ലാവരെയും അദ്ദേഹം കണിശമായ ഭാഷയിൽ തന്നെ, ഇപ്പോൾ സന്ദേശം സിനിമയിലടക്കം അത് ഏതെങ്കിലും ഒരു പാർട്ടിയെ മാത്രം കളിയാക്കുന്ന സിനിമ അല്ല. അത് പുതിയകാല രാഷ്ട്രീയ രീതികളെ മുഴുവൻ ട്രോളുന്ന സിനിമയാണ് എന്ന കാര്യം ഉറപ്പായും പറയാം. അപ്പോൾ അത്തരത്തിൽ കഠിനമായ വിമർശനം ഉന്നയിക്കുമ്പോഴും അത് അധിക്ഷേപങ്ങളാവാതിരിക്കാൻ, അതല്ലാതെയുള്ള പ്രതികരണങ്ങളാണെങ്കിൽ തന്നെയും പരിഹാസത്തിന്റെ പരമാവധിയിൽ സംസാരിക്കുമ്പോഴും അത് ഏതെങ്കിലും തരത്തിൽ മുറിപ്പെടുത്തുന്ന അധിക്ഷേപമാവാതിരിക്കാൻ അദ്ദേഹത്തിന്റെ കഴിവ്, അത് സിനിമയിലാവട്ടെ, അത് പുറത്തെ ജീവിതത്തിലാവട്ടെ. അതോടൊപ്പം ദിലീപ് കുമാർ, നമ്മളിങ്ങോട്ട് വരുമ്പോഴേക്കും ഒരാൾ പറയുകയായിരുന്നു, ചോറ്റാനിക്കരയുള്ള ഒരാളാണ്. ചോറ്റാനിക്കരയിൽ ഭൂമി പാട്ടത്തിനടുത്ത് ഈ പറഞ്ഞ കൃഷി നടത്തുന്ന ശ്രീനിവാസനെ പറ്റി പറയുന്നു. അതിൽ ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ലാഭം ആയിരുന്നില്ല ശ്രീനിവാസന്റെ ലക്ഷ്യം. അവിടുന്ന് പച്ചക്കറികൾ ധാരാളമായി പാവങ്ങൾ കൊടുത്ത കാര്യം പറഞ്ഞ ഒരു മനുഷ്യനെ നമ്മൾ ഇവിടെ തൊട്ട് മുമ്പ് ഈ ടൗൺ ഹാളിന് പുറത്ത് നമ്മൾ കണ്ടിരുന്നു. ഓരോരുത്തരും ഇങ്ങോട്ടേക്ക് ആദരം അർപ്പിക്കാൻ വേണ്ടി ഇങ്ങോട്ടേക്ക് എത്തുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. അല്പസമയത്തിന് മോഹൻലാൽ കൂടി അത് എത്താൻ പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് ദിലീപ് കുമാർ. എന്തായാലും ഇവിടെ ഈ ടൗൺ ഹാൾ നിറഞ്ഞ് കവിയാൻ പോകുന്നു. അല്പസമയത്തിനകം ഈ ടൗൺ ഹാൾ നിറഞ്ഞ് കവിയാൻ പോകുന്നുണ്ട്. ഇവരൊക്കെ അല്പസമയത്തിനകം ഈ വരുന്നവർ ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു ഓർത്തെടുക്കലൊക്കെ ഉണ്ടാകും എന്ന് വേണം കരുതാൻ. സിനിമക്കാർ മാത്രമല്ല, സംവിധായകരും നിർമ്മാതാക്കളും മാത്രമല്ല, സാധാരണക്കാരായ ഒരുപാട് മനുഷ്യന്മാർ ഇങ്ങോട്ടേക്ക് എത്തുകയാണ്. ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ ഇവരൊക്കെ ശ്രീനിവാസന്റെ സിനിമകളുടെ നമ്മുടെ എല്ലാവരുടെയും ഹൃദയസ്ഥമായ, അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും ഭാഷയുടെ ഭാഗമായ ഒരുപാട് പ്രയോഗങ്ങൾ തന്നെ ഇപ്പൊ ശരിയാക്കി തരാം എന്നൊക്കെ നമ്മൾ പറയാത്ത ഒരു ദിവസമെങ്കിലും ഉണ്ടാവുമോ എന്നറിയില്ല. ഇപ്പൊ ശരിയാക്കി തരാം എന്ന പ്രയോഗമടക്കം, സന്ദേശം സിനിമയിൽ പല പ്രയോഗങ്ങളടക്കം, പോളണ്ടിനെ പറ്റി മിണ്ടരുത് എന്ന പ്രയോഗമടക്കം ആ സിനിമയിൽ തന്നെ ദിലീപ് കുമാർ ഈ പറയുന്ന രീതിയിൽ അവിടെ ശ്രീനിവാസൻ എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ പിന്നിൽ അച്ഛനായ തിലകൻ വരുന്നുണ്ട്. തിലകൻ ലോ പോയിന്റ് എഴുതാണെന്ന് ചോദിക്കുമ്പോഴേക്കും അല്ല, പേടിച്ചു പോയി, ഞാൻ കരുതി ബൂർഷ മുതലാളിയാണെന്ന് കരുതി എന്ന് ശ്രീനിവാസൻ പറയുന്നതും, എന്താ മുതലാളിമാരെ പേടിക്കുന്ന എന്തിനാ എന്ന് ചോദിക്കുമ്പോഴേക്കും മുതലാളിമാരെ മാത്രം പേടിക്കണം വെച്ചാൽ കാര്യം അവർ ഈ പറഞ്ഞ സ്ഥിതി സമത്വത്തിന്റെ പാതയിൽ കാരമുള്ളുകളാണ്, കുപ്പിച്ചില്ലുകളാണ്, കാളസർപ്പങ്ങളാണ് എന്നൊക്കെ പറയുന്ന ആ ഡയലോഗ് എക്കാലത്തെ നമ്മുടെ ഹൃദയത്തിൽ നിൽക്കുന്ന ഡയലോഗുകളാണ്. അതിപ്പോ ശ്രീനിവാസൻ ഇപ്പോൾ മരിച്ചു കിടക്കുകയാണ്. ശ്രീനിവാസൻ മരിച്ചു കിടക്കുമ്പോൾ സംസാരിക്കുമ്പോൾ പോലും ഈ പറയുന്ന അദ്ദേഹത്തിന്റെ സിനിമകളിലെ അപാരമായ, അസാധ്യമായ
ആ നർമ്മം ഓർക്കുമ്പോഴേക്കും നമുക്ക് ചിരി വന്നു പോകുന്നുണ്ട്. എല്ലാവരുടെയും പ്രശ്നമാണത്. കാര്യം എല്ലാവരും ശ്രീനിവാസനെ പറ്റി പറയുമ്പോൾ, അദ്ദേഹത്തിന്റെ സിനിമകളെ പറ്റി പറയുമ്പോൾ, ആ സിനിമകളിലെ കടുത്ത ഹാസ്യത്തെ പറ്റി പറയുമ്പോൾ ചിരിക്കാതെ പറയാൻ കഴിയില്ല. അങ്ങനെ 48-50 വർഷത്തോളം നീണ്ട ചിരി അവസാനിപ്പിച്ച് ശ്രീനിവാസൻ മടങ്ങുകയാണ്. പക്ഷെ ആ ചിരിക്ക് കാരണമായ, ആ ചിരിക്ക് നിദാനമായ സകല കഥാപാത്രങ്ങളും ഇവിടെ ഏറ്റവും സജീവമായി തുടരും എന്ന തർക്കമുണ്ട്. ഏറ്റവും ഒടുവിൽ ഉദയനാണ് താരം എന്ന് പറയുന്ന സിനിമ, അദ്ദേഹം എടുക്കുന്ന സിനിമയ്ക്കകത്തെ പ്രശ്നങ്ങൾ, സിനിമയ്ക്കകത്ത് നമ്മൾ ഈ അടുത്ത കാലത്തെ കൂടുതലായി പറഞ്ഞു കേൾക്കുന്ന പ്രശ്നങ്ങളെയൊക്കെ ട്രോളി അത് തന്നെ ആക്ഷേപഹാസ്യം ആക്കിയെടുത്ത സിനിമ, അതൊക്കെ നമ്മുടെ മുന്നിലുണ്ട്. അവിടെ അതിൽ ഈ പറയുന്ന അന്ന് സൂപ്പർ സ്റ്റാറുകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിന് ബന്ധപ്പെട്ട വലിയ തർക്കം നടക്കുന്ന സമയമാണ്. സൂപ്പർ സ്റ്റാറുകൾക്ക് പ്രതിഫലം വർദ്ധിപ്പിക്കുന്നതിനെതിരെ പറയുന്നവർക്ക് ഇറ്റാലിയൻ മാർബിളിന്റെ വില കൂടുന്നതും സ്കോച്ച് വിസ്കിയുടെ വില കൂടുന്നതും അറിയേണ്ട കാര്യമില്ലല്ലോ എന്നൊക്കെ പറയുന്നത് ഞാൻ മറ്റേ ഇസ്താംബൂളിലായിരുന്നു എന്നൊക്കെ പറഞ്ഞ ഡയലോഗൊക്കെ നമുക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ പല പല സിനിമകൾ, ഓരോരോ സിനിമകൾ, ഓരോരോ പ്രമേയങ്ങൾ, എല്ലാ സിനിമകൾ, എല്ലാ പ്രമേയങ്ങൾ, ഒട്ടുമിക്ക എല്ലാ ഡയലോഗുകളൊക്കെ മലയാള സിനിമ അല്ലെങ്കിൽ മലയാളികൾ ഇത്രത്തോളം ഹൃദയസ്ഥമാക്കുകയും നമ്മുടെ എല്ലാ ദൈനംദിനം എന്നോണം, എല്ലാ ദിവസവും എന്നോണം നമ്മുടെ സംസാര ശൈലിയുടെ അല്ലെങ്കിൽ മലയാള ഭാഷയുടെ ഭാഗമായ മറ്റൊരു തിരക്കഥാകൃത്ത് ഉണ്ടായിട്ടുണ്ടോ എന്ന കാര്യം തർക്കമാണ്, എന്ന കാര്യത്തിൽ സംശയമുണ്ട് ദിലീപ്. അതുകൊണ്ട് തന്നെ ശ്രീനിവാസൻ ഒഴിഞ്ഞിട്ട് പോകുന്ന കസേരയിലേക്ക് കയറിയിരിക്കാൻ ഇനി ഒരാളില്ല എന്ന കാര്യം ഈ ദിവസത്തിന്റെ വലിയ വേദനയാണ്. ടൗൺ ഹാളിൽ നമ്മൾ നിൽക്കുന്നു. ടൗൺ ഹാളിലേക്ക് കൂടുതൽ ആളുകൾ ഇങ്ങോട്ടേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. നാട്ടുകാർ തന്നെ, ഇവിടുത്തെ ഇതിന് ചുറ്റുവട്ടത്തുള്ളവരും എത്രയും പെട്ടെന്ന് ടൗൺ ഹാളിലേക്ക് എത്താനുള്ള കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇങ്ങോട്ടേക്ക് എത്തിച്ചേരുന്നു എന്ന കാര്യത്തിൽ അല്പസമയത്തിൽ എത്തിച്ചേരും. ആ സമയം കൂടെ വരുമ്പോഴേക്കും ഈ പറയുന്ന ടൗൺ ഹാളൊക്കെ നിറഞ്ഞു കവിയുന്ന രീതിയിലേക്ക് ആ തിരക്ക് മാറും. ആ തിരക്ക് നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഇവിടെ ഇതിനോടകം തന്നെ ഉണ്ട് എന്ന കാര്യത്തിൽ തർക്കം വേണ്ട. നാടോടിക്കാരനെ പറ്റിയൊക്കെ നമ്മൾ ശ്രീനിവാസനെ പറ്റി ചോദിക്കുന്ന ഇവിടുത്തെ എല്ലാ മനുഷ്യന്മാരും നാടോടിക്കാരനെ പറ്റി ഒക്കെ പറയുന്നത് ശ്രീ ഹൈബി ഈഡൻ എം പി, റോഷൻ ആൻഡ്രൂസ് അടക്കമുള്ള അദ്ദേഹത്തിന് ആദരമർപ്പിക്കാൻ മുൻകൊണ്ടേക്ക് വരികയാണ്. അദ്ദേഹത്തിന്റെ ആദരമർപ്പിച്ചതിന് ശേഷം ഒരു ഓർമ്മ പ്രതികരണം തേടാം എന്നാണ് ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.